കേരളത്തെ നടുക്കിയ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസ് ആരും മറന്നു കാണില്ലല്ലോ. ഈ കേസിലെ പ്രതി ഷെറിൻ 14 വർഷങ്ങൾക്ക് ശേഷം ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്വന്തം ഭർത്താവിന്റെ പിതാവിനെ സുഹൃത്തുക്കളുടെ കൂടി സഹായത്തോടെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് ഷെറിൻ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. 2009 നവംബർ 8-നാണ് ചെറിയനാട് കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി. ഷെറിന്റെ ആൺ സുഹൃത്ത് കുറിച്ചി സ്വദേശി ബാസിത്ത് അലി, ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിതിൻ, ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. ഭാസ്കര കാർണവരുടെ സ്വത്തിൽ ഷെറിന് കൂടി അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയാധാരം കാർണവർ റദ്ദ് ചെയ്തതിലെ പകയും ബാസിത്ത് അലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുമാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. സംഭവം നടന്ന് 7-ാം മാസം കേസിൽ കോടതി വിധി പറഞ്ഞു. ഒന്നാം പ്രതി ഷെറിന് വിവിധ വകുപ്പുകളിലായി 3 ജീവപര്യന്തവും 85,000 രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത്. 2 മുതൽ 4 വരെ പ്രതികൾക്ക് 80,000 രൂപ പിഴയും 2 ജീവപര്യന്തവും ശിക്ഷയായി വിധിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ല, മക്കളുണ്ട്, ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങളാണ് പ്രതികൾക്ക് വധശിക്ഷ പരിഗണിക്കാതിരുന്നതെന്ന് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഭാസ്കര കാർണവരുടെ ഇളയ മകനും അമേരിക്കൻ മലയാളിയുമായ ബിനു പീറ്ററുടെ ഭാര്യയായിരുന്നു ഷെറിൻ. ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന ബിനു പീറ്ററുടെ സംരക്ഷണത്തിനായി കൂടിയാണ് ഈ വിവാഹം നടത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഷെറിൻ. അതുകൊണ്ട് തന്നെ തന്റെ മകനെ അവർ പൊന്നുപോലെ നോക്കുമെന്ന വിശ്വാസവും അയാൾക്കുണ്ടായിരുന്നു. ആ വിശ്വാസങ്ങളെല്ലാം പിന്നീട് ലംഘിക്കപ്പെട്ടു. സ്വന്തം ജീവൻ പോലും ഭാസ്കര കാർണവർക്ക് നഷ്ടമായി. മെയ് 21-നാണ് ഷെറിനും ബിനു വിവാഹിതരായത്. ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലായിരുന്നു കല്യാണം. 1 വർഷത്തിനകം ഇരുവരും അമേരിക്കയിലെത്തി. അമേരിക്കയിൽ ഭാസ്കര കാർണവർക്കും ഭാര്യ അന്നമ്മയ്ക്കും ഒപ്പമായിരുന്നു ഇവരുടെ താമസം. എന്നാൽ അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു. അമേരിക്കയിൽ വെച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഷെറിനെതിരെ ആരോപണമുയർന്നു. ഇതോടെ ബിനുവിനെയും ഷെറിനെയും ഭാസ്കര കാർണവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. കൈക്കുഞ്ഞുമായായിരുന്നു ഇവരുടെ മടക്കം. കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലിയും തർക്കം നടന്നു. പിന്നീട് പരിശോധനയും നടന്നു. 2007-ൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെയാണ് ഭാസ്കര കാർണവർ അമേരിക്കയിൽ നിന്ന് ചെറിയനാട്ടെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയ അദ്ദേഹം മരുമകളുടെ യഥാർത്ഥ മുഖം നേരിൽ കണ്ടു. മകളുടെ വഴിവിട്ട ബന്ധങ്ങൾക്കും മകന്റെ നിസ്സഹായ അവസ്ഥയ്ക്കും അയാൾ സാക്ഷിയായി. ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു കിടന്നിരുന്നത്. ഷെറിൻ താഴത്തെ നിലയിലെ മുറിയിലും. അന്നത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കുട്ട് വഴി പലരുമായും ഷെറിന് സൗഹൃദമുണ്ടായിരുന്നു. ഭാസ്കര കാർണവരുടെ സാന്നിധ്യത്തിലടക്കം ഇത്തരത്തിൽ ഷെറിന്റെ പല സുഹൃത്തുക്കളും കാർണവേഴ്സ് വില്ലയിൽ കയറിയിറങ്ങി. ഇതോടെ ഭാസ്കര കാർണവർ തന്റെ ആത്മസുഹൃത്തിനോട് വിവരം പങ്കുവച്ചു. ഒടുവിൽ ഇദ്ദേഹവുമായി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഭാസ്കര കാർണവരുടെ മുഖത്തടിച്ചാണ് ഷെറിൻ അരിശം തീർത്തത്. ഷെറിനെ വേഗം കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് കാർണവർക്ക് ബോധ്യമായി. ആദ്യപടിയായി തന്റെ വസ്തുവിൽ ഷെറിനുണ്ടായിരുന്ന അവകാശം ഒഴിവാക്കി പുതിയ ധനനിശ്ചയാധാരമുണ്ടാക്കി. ശിക്ഷാ കാലാവധിക്കിടെ 500 ദിവസത്തോളം ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഇത്രയും അധികം പരോൾ ലഭിക്കുന്ന തടവുകാരിയും ഷെറിൻ മാത്രമാണ്. എന്തിനേറെ പറയണം, കോവിഡ് കാലത്ത് പോലും മാസങ്ങളോളം ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു. ശിക്ഷാ കാലയളവിനിടെ 500 ദിവസത്തോളം ഇവർ ജയിലിന് പുറത്തായിരുന്നു. ഉന്നത ഇടപെടലാണ് പരോളിന് പിന്നിലെന്ന ആരോപണമുണ്ടായി. കോവിഡ് സമയത്തും മാസങ്ങളോളം പുറത്തായിരുന്നു. ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഷെറിനെതിരെ പരാതി ഉയർന്നു. ജയിലിലെ VIP സന്ദർശനവും വലിയ ചർച്ചയായി. വനിതാ ജയിലിലെ സൗകര്യങ്ങളെ ചൊല്ലി ഇവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി വാർത്തകളും വന്നു. 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ശിക്ഷാ കാലാവധി തുടങ്ങി 1.5 വർഷം പിന്നിടുമ്പോൾ തന്നെ പരോൾ നേടിത്തുടങ്ങി. 2016-ൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന കേരളത്തിലെ മറ്റ് തടവുകാർക്കൊന്നും പരോൾ അനുവദിക്കാതിരുന്ന സമയത്തും ഷെറിന് പരോൾ കിട്ടി. 30 ദിവസത്തെ പരോൾ പിന്നീട് 30 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകി. 2010 ജൂൺ 11-നാണ് കാർണവർ കൊലക്കേസിൽ വിധി വന്നത്. 2012 മാർച്ച് 3-ന് ഷെറിന് ആദ്യ പരോൾ അനുവദിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം ഇവർ 8 തവണ പരോൾ നേടി. 2 എണ്ണം അടിയന്തര പരോളായിരുന്നു. തിരുവനന്തപുരം ജയിലിലായിരിക്കെ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ സ്കോർപിയോ കാറിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയതും വിവാദമായിരുന്നു. ആലപ്പുഴ സബ് ജയിലിൽ നിന്ന് 2 വനിതാ പോലീസുകാരുടെ മാത്രം സാന്നിധ്യത്തിൽ ടാക്സിയിൽ കൊണ്ടുപോയത്
പോലീസിന്റെ വീഴ്ചയായ സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകി. ഷെറിൻ ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലും പിന്നീട് നെയ്യാറ്റിക്കര വനിതാ ജയിലിലുമായിരുന്നു. ഇവിടെ അനധികൃതമായി ഫോൺ ഉപയോഗം ഉൾപ്പെടെ ഒട്ടേറെ ആരോപണങ്ങളും ഉയർന്നു. വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും ആരോപണങ്ങളുണ്ടായി. പിന്നീട് തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് അയച്ചു. ഏറെ വൈകാതെ ശിക്ഷ ഇളവ് നൽകേണ്ട തടവുകാരുടെ പട്ടികയിൽ ഷെറിൻ ഇടം പിടിച്ചു. JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.